വചനസാരം വചനസാരം. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി സ്വജീവൻ അർപ്പിക്കുന്നു. ഈശോയുടെ പരസ്യ ജീവിതവും പീഡാനുഭവവും കുരിശുമരണവും എന്തിനു വേണ്ടി ആയിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഈ ഉപമ വളരെ വ്യക്തമായ ഉത്തരം നൽകുന്നുണ്ട്. നല്ല ഇടയനെ കുറിച്ചുള്ള സങ്കല്പം പഴയ നിയമത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളതാണ്. യെശയ്യായുടെയും ജെറമ്യായുടെയും പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലൂടെയും ദൈവമാണ് യഥാർത്ഥ ഇടയനും മാതൃകയുമെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ജെറമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ അവിശ്വസ്തരായിട്ടുള്ള നേതാക്കന്മാരെ കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. ആടുകളെ ചിതറിക്കുന്ന ഇടയന്മാരായിട്ടാണ് ഇവരെ അവതരിപ്പിക്കുന്നത്. ഇസ്രായേൽ ജനം ചിതറിക്കപ്പെട്ടു പോയ ബാബിലോൺ വിപ്രവാസത്തിനു ശേഷം മിശിഹായെ സൂചിപ്പിക്കുന്ന പദമായിട്ടാണ് ഇടയൻ എന്നുള്ളത് അവതരിപ്പിക്കുന്നത്. ക്രിസ്തു നല്ല ഇടയനാണ് എന്ന് പറയുമ്പോൾ ആടുകളോടുള്ള ബന്ധത്തോടൊപ്പം തന്നെ പിതാവായ ദൈവവുമായിട്ടുള്ള ആഴമേറിയ ബന്ധവും പരാമർശിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് വചനം ഇപ്രകാരം പറയുന്നത്: ഞാൻ നല്ല ഇടയനാണ്, ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ തന്നെ. തൻ്റെ ജനത്തെ പേര് ചൊല്ലി വിളിക്കുവാനും അവർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുവാനും ക്രിസ്തുവിന് കഴിഞ്ഞത് പിതാവുമായുള്ള ഈ അഭേദ്യമായ ബന്ധത്തിൽ നിന്നാണ്. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം മാനവരാശിയെ അത്രയേറെ സ്നേഹിച്ചപ്പോൾ തൻ്റെ ജീവൻ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് ഈശോ ഈ ലോകത്തോടും പിതാവിനോടുമുള്ള തൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചു. ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉപജീവനത്തിനുള്ള പ്രധാന വരുമാനങ്ങളിലൊന്നായിരുന്നു ഇടയധർമ്മം. എന്നാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അത് അവൻ്റെ ജീവിത വിളിയായിരുന്നു, ജീവിതമായിരുന്നു. നഷ്ടപ്പെട്ടു പോയ ഒരു കുഞ്ഞാടിനെ അന്വേഷിച്ചു പോകുന്ന ഇടയ ചിത്രത്തിലൂടെ തന്നിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നുള്ള തിരുവചനം വളരെ വ്യക്തമായി അവതരിപ്പിക്കുകയായിരുന്നു. നല്ല ഇടയന്റെ ചിത്രം നമ്മുടെ എല്ലാം മനസ്സിൽ ഉയർത്തേണ്ട ഒരു ചോദ്യമുണ്ട്: എനിക്ക് എൻ്റെ ഇടയന്റെ സ്വരം പരിചിതമാണോ? അവൻ്റെ സ്വരം തിരിച്ചറിയുവാനും അവനെ അനുഗമിക്കുവാനും എനിക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധിയുടെ പുൽമേടുകളിലേക്ക് നടന്നു നീങ്ങണമെങ്കിൽ മരണത്തിൻ്റെ നിഴൽ വീണ വഴികളിലൂടെ ഇടയനെ അനുഗമിക്കേണ്ട ആവശ്യകതയും ഉണ്ടാകാം. പ്രതിസന്ധിയുടെ നിമിഷങ്ങളിലും നിന്റെ മുൻപിലായി നടന്നു നീങ്ങുന്ന ഇടയനെ കാണുവാൻ കഴിയുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുക, നിന്നെ നയിക്കുന്നത് സമൃദ്ധിയുടെ പുൽമേടുകളിലേക്കാണ്. വിശ്വാസത്തോടെ നമുക്കും പറയാം: കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. വചനസാരം വചനസാരം.